അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട കോഴിമുട്ട വെച്ചിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായത്, അതായത് ഒരു ന്യൂ റെസിപ്പിയാണ്. അതെ, ഒരു പുതിയ റെസിപ്പി. നമ്മൾ സാധാരണ എപ്പോഴും മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട ഓംലെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇത് വളരെ വ്യത്യസ്തമാണ്. ഇത് നമ്മുടെ ഒരു പുതിയ ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് സവാള, ഒരു അരമുറി സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു മുളക്, പച്ചമുളക്, നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളക്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില, അത് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുക. അതെ, അരിഞ്ഞെടുത്തിരിക്കുക. നല്ല ഫ്രഷ് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കണം. ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നല്ല കട്ടിയത്, തോടിന് നല്ല കട്ടിയുള്ള മുട്ടയാണ്. പൊട്ടരുതെന്നുള്ള രീതിയിൽ ഫെവിക്കോൾ കഴിക്കുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു 3 മുട്ടയെ നമ്മളിപ്പോ എടുക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിന്റെ അകത്ത് ഒഴിക്കാതെ നമുക്ക് വേറെ പരിപാടി ഉണ്ട്. നമുക്ക് ഇനി ഈ മുട്ട ഉണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. ഉപ്പ് ചേർത്തു. കൂടുതൽ മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒരു 3 എടുത്തിട്ടുള്ളൂ. ആ വീട്ടിലെ ആളുകളുടെ അംഗത്തിൻ്റെ എണ്ണമൊക്കെ അനുസരിച്ച് അംഗബലമൊക്കെ നോക്കി നമുക്ക് മുട്ടയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാവുന്നല്ലോ. നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് മാറ്റാം. അതെ, അപ്പം നമ്മൾ ഒരു മുട്ട സെപ്പറേറ്റ് വെച്ചിരുന്നുണ്ടോ, അപ്പോൾ അത് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കണം. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറൈറ്റി സംഭവമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കൂടെ മാറ്റിക്കുക. നമ്മുടെ മുട്ട അങ്ങോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിനകത്തോട്ട് നമുക്ക് അത്യാവശ്യം കുറച്ചൊന്ന് എണ്ണ ഒന്ന് തേച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് തടവി കഴിഞ്ഞാലേ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ അപ്പം നമ്മൾ എല്ലാത്തേലും കുറേശ്ശെ എണ്ണ തടവാ. അപ്പോൾ നമ്മൾ 2 തട്ടലാണ് ഈ പരിപാടി. നമുക്കിത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ഇതുണ്ടല്ലോ മുട്ടയുടെ കൂട്ട്, ഇത് നമുക്ക് ഇതിനകത്തോട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നിറഞ്ഞു പോകരുത്. കാരണം ഇത് പൊന്തി വരും. നമ്മുടെ ഇത് ചൂടാകുന്നതനുസരിച്ചിട്ട് മുട്ടയല്ലേ, അപ്പം അത് കാരണം കൂടുതലായിട്ട് പൊങ്ങി വരും. അപ്പം അത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു തട്ടിൻ്റെ നിറയെ ഒഴിക്കരുത്. അത്ര മാത്രം മതിയാവും. നമുക്ക് ഒരു തട്ടൂടെ വെക്കാം. അപ്പം എല്ലാ തട്ടിലും ഈ നമ്മൾ ചേർത്ത കൂട്ടും കൂടെ വീഴുന്ന രീതിയിൽ ഒഴിക്കണേ. അതെ, നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരെണ്ണത്തിൽ കൂടെ ഒഴിക്കാനുള്ള കറക്റ്റാണ് കിട്ടിയത്. ഇനി നമ്മളൊരു മുട്ട നമ്മൾ അടിക്കാതെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു സ്വല്പം നമുക്ക് ഉപ്പ് പൊടി കൂടെ ഒന്ന് വിതറിയേക്കണം. കാര്യം നമ്മൾ ഇതിനകത്ത് വേറെ മുളകോ കാര്യങ്ങളോ ഉള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയാണ് അത് മിക്സ് ചെയ്തെടുത്തത്. മതി. എന്നിട്ട് ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് നല്ല അടിപൊളിയായിട്ട് ഒഴിച്ചു കൊടുക്കും. അടിപൊളി കറക്റ്റായിട്ട് കിട്ടി. ഇതിന് മിച്ചമുള്ളാക്കിക്കൊണ്ടിരിക്കണം. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. നന്നായിട്ട് വെന്തിട്ട് വേണം നമുക്കിനി നോക്കാൻ. അപ്പോൾ ഇഡ്ഡലിത്തട്ടാണെന്നുണ്ട് ഇഡ്ഡലിത്തട്ട് തന്നെ വെച്ചാൽ മതി. ഇതിപ്പോൾ നമ്മുടെ ഇഡ്ഡലിത്തട്ടാണ്, കുക്കർ. അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ അവൻ അവിടെ നിന്ന് വേകുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് പരിപാടി. നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെക്കാം. വലിപ്പമുള്ളൊരു ചീനച്ചട്ടി. നമ്മുടെ മുട്ട ഉണ്ടല്ലോ, ആ വേകുന്ന സമയത്ത് നമ്മളിപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചീനച്ചട്ടിയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ നമുക്ക് ആദ്യം എണ്ണ അടിച്ചു കൊടുക്കാം. നമ്മൾ
2 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. അത് എണ്ണ വേണമെന്നില്ല. പിന്നെ നമ്മുടെ സാധനത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എണ്ണ കൂട്ടോ കുറയ്ക്കൊക്കെ ചെയ്യാവേ. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് നമ്മുടെ ഏലക്ക 3 എണ്ണം, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് തോല് പൊളിച്ചിടണേ, അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഏലക്ക ഇടുമ്പോ അത് പൊട്ടും. അതെ. പിന്നെ നമ്മുടെ കറുവപ്പട്ടയാണ്, അത് നമ്മൾ പൊടിച്ചിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെ 2 നമ്മുടെ ഗ്രാമ്പു 3 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇത്ര സാധനം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ജീരകമില്ലേ, നല്ല ജീരകം, ചെറിയ ജീരകം. അപ്പം തീ ഒരുപാട് കൂട്ടി വെക്കണ്ട. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കുറച്ചേക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം, ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് കൂടെ ചേർത്ത് കൊടുക്കാവേ. കടുക് ഓപ്ഷനാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതിയേ. അപ്പൊ ഇനി നമുക്ക് ഉള്ളി, സവോള നമ്മൾ ഒരെണ്ണം ചെറുതായിട്ട് അതിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. അപ്പൊ സവോള വഴറ്റുമ്പോഴത്തേക്ക് അത്യാവശ്യം തീ കൂട്ടി വെക്കണം. കാര്യം അതൊന്ന് പെട്ടെന്ന്, അതായത് ഈ നമ്മൾ സാധാരണ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഗോൾഡൻ ബ്രൗൺ ആ സംഭവം ഒന്നും വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഈ വറുത്തെടുക്കുന്ന ഫീൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ നമുക്ക് വേറെ പരിപാടികളുണ്ട്. നമ്മളൊരു മീഡിയം സൈസ് തന്നെ പിന്നെ സവോള, പിന്നെ ഒരു എന്താ പറയുക നമ്മുടെ തക്കാളി, പിന്നെ ഒരു 3-4 അല്ലി നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഒരു കുറച്ച് ഇഞ്ചി, ഏകദേശം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ നമുക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ നമ്മുടെ മിക്സിയിൽ വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാണ് പരിപാടി. അപ്പം ഈ സവോള വഴന്ന് വരുന്ന സമയത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതിന് ആവിയും വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നന്നായിട്ട് ഇത് വറുത്ത് വറന്ന് അതായത് അങ്ങനെ അതായിട്ടുണ്ട് സംഭവം. നമ്മള് ഇതിന്റെ പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ കുറച്ച് പൊടി ഐറ്റംസ് ഉണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ മുട്ട റെഡി ആയോന്ന് അതിന്റെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഓഫ് ചെയ്തായിരുന്നു. അപ്പൊ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം സംഭവം. ഇപ്പൊ അതിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. സൂക്ഷിച്ച് വേണം. കഴിഞ്ഞ കുക്കറാണ്, അതുകൊണ്ട് നമ്മുടെ മുട്ട നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇതങ്ങോട്ട് മാറ്റി വെക്കും. ഇതൊന്ന് തണുക്കണം ഇനി. അപ്പൊ ആ തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാവേ. അപ്പൊ ആദ്യമേ നമ്മള് 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത്. തീ കുറച്ച് വെക്കണം. തീ കുറച്ചിരിക്കുക, കുറച്ച് വെച്ചിട്ടാണ്. അപ്പൊ ഇനി കളറിനും എരിവിനും ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ചേർക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ സാധാരണ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മല്ലിപ്പൊടിയാണ്. എൻ്റെ കൂട്ടത്തിൽ സ്വല്പം ഗരം മസാല. ഇത്ര സാധനമാണ്. ഈ പൊടി ഐറ്റംസിന്റെ ഒക്കെ ഉണ്ടല്ലോ ആ പച്ചമണം ഒന്ന് മാറും. ഓൾറെഡി നമ്മുടെ എണ്ണ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് നല്ല സംഭവം റെഡിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ ടൊമാറ്റോ ഉള്ളി പേസ്റ്റ്, വെളുത്തുള്ളിയും എല്ലാം കൂടെ ഉള്ള പേസ്റ്റ് ഇല്ല, അത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഈ നമ്മുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാവേ. പിന്നെ ഇതിന്റെ ഒരു കൊഴുപ്പൂടെ കിട്ടാനാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചിട്ട്. അപ്പൊ നമ്മൾ തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അപ്പൊ അത് വരെ നമ്മൾ ഇങ്ങനെ ഒന്ന് കാര്യം അടുക്കി പിടിക്കരുത്. അടുക്കി പിടിക്കാതെ സംഭവം ഇപ്പൊ തന്നെ തിളക്കാൻ തുടങ്ങിയപ്പോ തന്നെ അതിന്റെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ എണ്ണ തെളിയുന്നവരെ നമുക്ക് നിന്ന് ശരിയാക്കാം. നമ്മുടെ മസാല ഉണ്ടല്ലോ ഇത് നല്ല അടിപൊളിയായി ഇതെല്ലാം കുറുകി നല്ല സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയുണ്ട്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർക്കാം. തണുത്ത വെള്ളം ചേർക്കുന്നേക്കാളും നല്ലുണ്ടല്ലോ ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ വേണമെങ്കിൽ ഉപ്പ് ഒന്നുകൊണ്ടൊന്ന് നോക്കിക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാര്യം നമ്മൾ വെള്ളം ഇപ്പൊ ചേർത്തല്ലേ. അപ്പൊ അതുകൊണ്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്ത് അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇവനെ തിളയ്ക്കണം. അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മളിത് പുഴുങ്ങിയെടുത്ത മുട്ട നമ്മളിത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അതെ, നല്ല ടേസ്റ്റ് ആണ്. ഇങ്ങനെ വേണേലും കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. ആവിയിൽ പുഴുങ്ങിയെടുത്തല്ലേ, അടിപൊളി സാധനം. അപ്പൊ നമ്മുടെ ഗ്രേവി ചടപടേന്ന് പറഞ്ഞ് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് ഇനി നമുക്കുണ്ടല്ലോ ഉപ്പ് നോക്കിയത്
ഒരു നുള്ളു ഉപ്പിടുക. ഇപ്പോഴേ കറക്കാത്തത്. നല്ല മണമാണ്. അതെ, നല്ല മണം. നല്ല അടിപൊളി മണമാണ്. അപ്പൊ നമുക്കിനി ഇനി നമുക്ക് നമ്മുടെ ഈ ഐറ്റംസ് നമ്മുടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ശ്രദ്ധിച്ച് ഇടണം. മുറിച്ചിടണമെന്നില്ല കേട്ടോ, മുറിക്കാതെ ഇരുന്നാണ് അതിന്റെ ഒരു ഭംഗി. അതെ, നമ്മളിപ്പോ ഈ നമ്മുടെ വീട്ടില് ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ ആണല്ലോ ഇതിങ്ങനെ മുറിക്കാതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് സാധനമാണ്. പിന്നെ ഇതിന്റെ എണ്ണം കുറവാണെങ്കിൽ മുറിച്ചിടാം. ആൾക്കാർ കൂടുതലും എണ്ണം കുറവാണെങ്കിൽ മുറിച്ചിടാം. അതെ, അതൊക്കെ നമ്മുടെ നമ്മുടെ എന്താ പറയുന്ന ഈ ഐഡിയ മനോധർമ്മം അനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് മിക്സ് ചെയ്യാത്ത സ്പെഷ്യൽ സാധനമുണ്ട്. അപ്പൊ അതും കൂടെ നമ്മള് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇനി ഈ ഗ്രേവി എല്ലാം അതിന്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. നല്ല രസമുണ്ട് കാണാനും. ഇനി ഇത് ആദ്യം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാര്യം ഓൾറെഡി എല്ലാ സാധനവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇത് അവിടെ കസൂരി മെത്തിയാണ്. ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പൊ ഇതൊന്ന് നമുക്ക് ഇങ്ങനെ കയ്യിലോട്ട് വെച്ചിട്ട് ഇട്ടാലും മതി. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിരുമിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ ആ മണം ഒന്ന് വെളിയിലോട്ട് വരാൻ വേണ്ടി കൈ വെച്ച് തിരുമി പൊടിഞ്ഞ് കറി ഇത് ഉണങ്ങിയിരിക്കുന്ന സാധനമല്ലേ, അപ്പൊ ആ ഒരു ഫ്ലേവർ വെളിയിലോട്ട് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൈ വെച്ച് തിരുമിട്ടിരുന്നത്. കുറച്ചുകൂടെ സ്വല്പം റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ. അപ്പൊ നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പൊ ഇനി നമ്മള് കുറച്ച് മല്ലിയില കൊടുക്കാം. മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവര് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. മല്ലിയില ഒന്നും ഇടണമെന്നില്ല. ഒന്നും ചേർക്കണ്ട. ഈ കറിവേപ്പില ഇതൊന്നും ഇട്ടില്ലല്ലോ സംഭവം. അടിപൊളി ടേസ്റ്റ്. അപ്പൊ ഇനി നമുക്ക് തീ അങ്ങ് കുറയ്ക്കാം. കുറച്ചിട്ട് നമുക്ക് സ്വല്പം നമ്മുടെ ഗരം മസാല ഇടാവേ. നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇത് മുട്ടയൊന്നും പൊട്ടി പോകാത്ത രീതിയിൽ പയ്യെ ഒന്ന് സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഒന്ന് അനക്കി വെച്ചാൽ മതി. കാര്യം ആ മസാലയൊക്കെ ഒന്ന് ആവാൻ വേണ്ടി മാത്രമേ. ഇത്രേ ഉള്ള സംഭവം. മുറിഞ്ഞു പോകണ്ട. മുറിഞ്ഞു പോകത്തില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതെ, സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ അപ്പവും വെള്ളയപ്പം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സാധനമാണ്. സാധാരണ മുട്ടക്കറിയെക്കാളും വളരെ വ്യത്യസ്തമാണ്. ടേസ്റ്റ് ആണ് സാധനം. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ടേസ്റ്റ് ആണ്. നമ്മള് എന്താ പറയുന്നത് തീരുന്ന അറിയത്തില്ല. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ ചെയ്ത് നോക്കിയോ. ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയത്. അപ്പം ചെയ്ത് നോക്കുക. സംഭവം സിമ്പിളാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല. സംഭവം അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അതിൻ്റെ അഭിപ്രായം മറക്കാതെ ഒന്ന് പറയുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ എന്താ പറയുന്നത്, ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ആക്കണേ ബെല്ല് ഓൺ ചെയ്യുന്ന സമയത്ത്. അത് തന്നെ. പിന്നെ കൂട്ടുകാർക്കൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ പറയുന്നത്, ഇതുപോലത്തെ വളരെ വ്യത്യസ്തമായിട്ടും എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പൊ നാളെ തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ഈ മുട്ടക്കറി ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പം ഇന്നത്തേക്ക് തൽക്കാലം ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.